ഞാൻ കണ്ണട്ടനാ. പിന്നെ ഞാൻ ഒരു 48 കൊല്ലമായി ഇവിടെ കച്ചവടം വെക്കുന്നു. നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കണ്ണട്ടൻ്റെ ചായക്കടയിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പൈസ ഇല്ലെങ്കിലും നമ്മുടെ പുരക്കുന്ന് കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഇവിടുന്ന് ചായയും അതേപോലെ പൊറോട്ട കുയ്ക്കൊക്കെ നല്ല രീതിയിൽ തിന്നാൻ പറ്റും. പൊലിങ്ങുന്ന തേങ്ങ ഇവിടുത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ രാവിലെ പുട്ട് പപ്പടം, അതൊരു 5:30 മണിക്കാവുന്നത്. ഒരു 10 മണിയാകുമ്പോൾക്ക് കപ്പപ്പൊയ്ക്ക് പൊറോട്ട, ഞായറാഴ്ച ഇപ്പോൾ ഇറച്ചിപ്പൊയ്ക്ക് ചിക്കൻ. ഇപ്പം തുടങ്ങിയത് ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ. ആൾക്കാർ പുറത്തുനിന്ന് നല്ലോണം വരുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം. ആദ്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കൃഷിക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പം പുറത്തുള്ള ആളാണ് കൂടുതലുള്ളത്. പിന്നെ ഇവിടുത്തെ കൃഷിയെ പറ്റി പറയാന്ന് വെച്ചാൽ ഇപ്പം പന്നീൻ്റെ ശല്യം ഇതെല്ലാം ആയതുകൊണ്ട് കൃഷിക്കാർ കുറവാണ്. ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് കച്ചവടമൊന്നും മോശമില്ല, നല്ല കച്ചവടമാണ്. പിന്നെ ഇങ്ങനെയുള്ള പിന്നെ ഇവിടുത്തെ റോഡ് മോശമായത് കൊണ്ട് ജനങ്ങൾക്ക് വരുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. വളരെ കാലം മുമ്പേ ടാർ ചെയ്തതാ, ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞിട്ടെല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളും ഇതിനു വേണ്ടി എല്ലാവരും ഇവിടുത്തെ MP-യോ MLA എല്ലാവരും കൂടി ഉത്സാഹിച്ച് റോഡിൽ നിന്ന് നന്നായി കിട്ടിയാൽ നമ്മുടെ നാട്ടുകാർക്കും ഈ പ്രദേശത്തെ എല്ലാവർക്കും നല്ല ഉപകാരം ഉണ്ട്. അതിനു വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇവിടെ വരേണ്ടതെന്ന് വെച്ചാൽ സെൻട്രൽ പോലീർ വരിക, സെൻട്രൽ പോലീരിൽ നിന്ന് നേരെ എറിഞ്ഞാട്ട് വരിക എന്ന് വെച്ചാൽ ഒന്ന് വരുന്ന ആൾക്കാരെ ഒന്ന് വിളിച്ച് തലാം ദിവസമോ മറ്റോ വിളിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരം. എൻ്റെ നമ്പർ 97 45 62 34 69 കർണാടകൻ്റെ നമ്പറാണ് അത്. പിന്നെ കൂടാണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് തെങ്ങുമ്മൽ, റോഡ് മേലുണ്ട്. എൻ്റെ റോഡിൻ്റെ കുറച്ച് താഴത്തായിട്ടാണ് എൻ്റെ കട വരുന്നത്. റോഡ് വന്ന് നോക്കിയാൽ കാണാം. പിന്നെ 2 കടയുണ്ട്, ഒരു കട അപ്പുറത്തുണ്ട്, അത് ശ്രീധരേട്ടൻ്റെ കടയാണ്. പിന്നെ കർണാടകൻ നമ്മൾ 2 ആളാണുള്ളത്. ഇവിടെ വരുന്ന ആൾക്കാർ കുറേ ആളെ മനസ്സിലാകാത്തതുകൊണ്ട് ആടക്കാരി പോകുന്നുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കർണാടകനല്ല എന്ന് കണക്കാക്കി പിന്നെ വീണ്ടും ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയല്ല ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും വരിക, ഭക്ഷണം കഴിക്കുക. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തവർക്ക് തേങ്ങ തന്നാൽ ആദ്യമേ ഉള്ളതാണ്. ഞാൻ ഒരു ഉറുപ്പ്യ 50 പൈസ ഇങ്ങനെ തേങ്ങ കച്ചവടം ചെയ്തതാണ്. അങ്ങനെ തേങ്ങ വന്നിട്ടുണ്ട്, അത് തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ തന്നാൽ ഒരു 3 തേങ്ങ തന്നാൽ ഒരു പൊയ്ക്ക് പൊറോട്ട. അന്നത്തെ കാലം എന്ന് വെച്ചാൽ 5 പൈസക്ക് കൊടുത്തതാണ്. ഇന്ന് അത് 20 റുപ്യക്ക് ഞാൻ കൊടുക്കുന്ന പൊയ്ക്ക്. പിന്നെ ചായക്ക് 10 റുപ്യ. പിന്നെ ഇവിടുത്തെ സാധനം എന്ന് വെച്ചാൽ പൊയ്ക്ക് പൊറോട്ടയെല്ലാം ഉണ്ടാവുമ്പോൾ 10 മണി 9:30-10 മണിയാവും ആണ്ടിക്കൽ. പിന്നെ അതിന് രാവിലെ 5:30 മണിക്ക് അങ്ങനെ പുട്ടും പപ്പടം ഉണ്ടാവും. 6 മണിയാകുമ്പോഴേക്കാണ് ഇവിടുത്തെ കൃഷിക്കാരെല്ലാം വരും ഇവിടെ ചായ കുടിക്കുന്നത്. അതിന് ശേഷം എന്ന് വെച്ചാൽ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ 10 മണി മുതൽ 1 മണി 12:30 1 മണി വരെ ഈ സാധനം പൊയ്ക്കും പൊറോട്ടയിലുണ്ടാവും. അതിന് ശേഷം ഉണ്ടാവില്ല. പിന്നെ ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഒരുക്കി വെച്ച് നാളത്തേക്കുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് ഒരു 4 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും. പിന്നെ എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ നമ്മൾ 3 കുട്ടികളാണ് എനിക്കുള്ള. 3 കുട്ടികളും കല്യാണം കഴിച്ച് അവർക്ക് മക്കളിലായി. അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഈ കച്ചവടം കൊണ്ട് ഇങ്ങനെ നമ്മൾ ഒന്നുമില്ല ബുദ്ധിമുട്ടില്ലാതെ നിലയിൽ അന്നത്തെ ജീവിതത്തിനുള്ള ഒരു വഴി ഇതിനെക്കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്.